എന്താ പാപ്പാ, നീ ഇറങ്ങുന്നില്ലേ? ഏയ്, നേര് പറഞ്ഞ ഇവിടെ ഇപ്പൊ ആരും കുളിക്കാറില്ല. അതെന്താ? ആളുകളൊക്കെ കുളി ബാത്റൂമിലാക്കില്ലേ? പപ്പാ, നിനക്ക് ഓർമ്മയുണ്ടോ? പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു. കുളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത്. അതെ അതെ. നമ്മുടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഗോപി റേഷൻ കട നടത്തുവാ. ആ, ഹംസയുടെ അറിഞ്ഞില്ലേ? ഇല്ല. എന്തു പറ്റി? അവരെ പോലീസ് പിടിച്ചു. അയ്യോ, എപ്പോ? അവൻ എനിക്ക് കത്ത് അയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ. എഴുതൂല്ലല്ലോ. വ്യാജ ലോട്ടറി ടിക്കറ്റ് വിറ്റു. ആദ്യം നാട്ടുകാരുടെ തല്ല് കിട്ടി, പിന്നെ പോലീസിന്റെ. വിജയനാ? വിജയൻ ആ പോസ്റ്റ്മാന്റെ മോളെ കൊണ്ട് സ്ഥലം വിട്ടില്ലേ? ഓഹോ, അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ കുഴപ്പക്കാരായി മാറുകയാണ്. ചേട്ടാ, ഞാൻ മാത്രം ഉള്ള ജോലിയും കൊണ്ട് മര്യാദക്കാരനായി കഴിയുക. അതെ, മറ്റുള്ളവരോട് ചോദിക്കട്ടെ. അവിടെ ഫ്ലാറ്റിലെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും. സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ കയറി ഇങ്ങ് പോന്നാലെന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. നീ പോയ പിന്നെ ഞങ്ങൾ ഈ പ്രാതലിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. ഇവിടെ കുമാരേട്ടനാണെങ്കിൽ ബുൾസൈ മതി. ശരിക്കു പറഞ്ഞ നീ പോയതോടെ ഈ വീട് ഉറങ്ങി. നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാ ഞാൻ അവിടെ 7 കൊല്ലം കടിച്ചു പിടിച്ചിരുന്നത്. മടുത്തുപോയി. എന്താ അവിടുത്തെ ചൂട്, എന്താ അവിടുത്തെ വരണ്ട കാറ്റ്. മുറിയിലൊക്കെ AC ഉണ്ടെന്ന് എഴുതിയിരുന്നല്ലോ. എന്ത് AC? അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയൊരു ഗൾഫുകാരനാ. എന്നാ സത്യം പറയാം, ആദ്യത്തെ 2-3 കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ എന്റെ ജോലി. അയ്യേ, ഇത് ഞങ്ങളോട് പറഞ്ഞു തിരിക്കട്ടെ. പുറത്തൊരു മനുഷ്യരിത് അറിയരുത്. നാണക്കേടാ. നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ കത്തിൽ ഞാനതൊന്നും എഴുതാതിരുന്നത്. അത് നന്നായി. അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു. വല്ലതും മിണ്ടാൻ പറ്റുമോ? മിണ്ടിയാൻ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങനെ തിരിച്ചയക്കും. ഇത്രയധികം കഷ്ടമായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിങ്ങ് പോന്നുകൂടായിരുന്നു. അതെങ്ങനെ പോരും വല്യേട്ടത്തി? നമ്മുടെ ഈ വീട് പണയത്തിൽ. ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്ന് കരപറ്റിയില്ലേ? വലിയൊരു ത്യാഗം തന്നെയാ നീ ചെയ്ത എന്റെ മുരളി. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത്? എന്താ? നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ, എനിക്ക് അവിടെ മടുത്തു. കാലത്ത് എഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച. നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ, കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം. തെങ്ങും തോപ്പില്ല, വാഴയില്ല, മരിച്ചീനിയില്ല, നെൽപ്പാടമില്ല. കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല. പനയില്ലേ? ഈന്തപ്പന. അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ? ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയുള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇഷ്ടം പോലെ പെട്രോളും ഡീസലും, ഇഷ്ടം പോലെ ഒട്ടകങ്ങൾ. ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ല. അന്നാട്ടില് വിഷു ഉണ്ടോ? വിഷുവിന് പടക്കം പൊട്ടിക്കലുണ്ടോ? അന്നാട്ടിൽ ഓണം ഉണ്ടോ? ഓണത്തിന് പൂ പറിക്കലുണ്ടോ? ഓ, അതാണോ കാര്യം? അങ്ങനെയാണ് നീ പോകുമ്പോ കുറച്ച് പൂവും പഴക്കവും ഒക്കെ പാക്ക് ചെയ്തെടുത്തോ. അത് ശരിയാ. കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും അനുജൻ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗമയുണ്ടായിരുന്നു. ഇത്രയും കാലം പറഞ്ഞില്ലേ? ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല. NRI അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട്. അതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മുരളി? അതെ അല്ലേ? ആ, കുറെ കാലമായി ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല, ഞാൻ സത്യം പറയാം, എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. അപ്പ പിന്നെ അതാ നല്ലത്. മുരളി, മുരളി, ഒരു കാര്യം പറയട്ടെ, വാ. ഹലോ, പരിചയപ്പെടുത്തണ്ടല്ലോ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ മുരളീധരൻ. ഇത് സണ്ണി ലൂക്കോസ്, ഇത് ജോണി പാറക്കാട്. ഹലോ. ഇതെന്താ എല്ലാരും ഒരേ വേഷത്തിൽ ഈ വളയും ജുബ്ബയൊക്കെ? ഞങ്ങൾ അബ്കാരികള് പൊതുവെ ഈ വേഷത്തിലാ.
നീ 6-7 കൊല്ലം ഗൾഫിലായിരുന്നുകൊണ്ട് കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു അബ്കാരി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആരാ? രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ. എന്തിന്? സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതെനിക്ക് അങ്ങോട്ടിരിക്കും. വീട്ടിലാകുമ്പോ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നല്ലൊരു അബ്കാരി കുടുംബത്തിൽ നിന്ന് നീ ഒരു പെണ്ണ് കെട്ടണം. പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ്. പുതിയ ചില റേഞ്ചുകൾ നമുക്ക് പിടിക്കണം. അന്തസ്സുള്ള എന്തെങ്കിലും ബിസിനസ്സിലെ എന്റെ അനയം ചെന്ന് ചാടാവൂ എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുക. നിന്റെ NRI അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ്സാണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഒന്നും അറിയില്ലല്ലേ? അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. നീ ഒന്നും അറിയണ്ട. കണക്ക് നോക്കുക, ലാഭം വാങ്ങി പോക്കറ്റ് ഇടുക. അത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലിനി മറ്റൊന്നും ആലോചിക്കാനില്ല. പക്ഷേ ഒരു കാര്യം, സംഗതികൾ പുരോഗമിക്കുന്നവരെ ഈ വിവരം പുറത്താരോടും പറയണ്ട. മുരളി, മുരളി, ആര്? ഹംസയാ? ഞാൻ മുരളിനെ അന്വേഷിച്ച് പുറത്തു പോയി അറിഞ്ഞു. ഞാൻ ഈ സൈക്കിൾ എടുത്ത് കറങ്ങാത്ത ലോകല്ല. ക്ലബ്ബിൽ പോയി, വായനശാലയിൽ പോയി. ഇന്നലെ രാത്രി വന്നില്ലേ? ലേറ്റ് ആയി പോയി. നമ്മളമ്മ എത്ര ആളായിട്ടോ കണ്ടിട്ട്. താനങ്ങ് വയസ്സായല്ലോ. ആരാമത്തെ അല്ലസ്റ്റ പിന്നെ പോലീസ് പിടിച്ച കാര്യമൊക്കെ പപ്പം പറഞ്ഞു കേട്ടോ. വന്ന് ഇറങ്ങണതിന് മുമ്പ് കാച്ചോ കള്ള സുവർ. വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാർ അടിച്ചിറക്കി. അത് നമ്മളതിൽ വന്ന് വിട്ട്. ഞാനാണ് കുറ്റക്കാരന്. ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇട്ടാൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ? ഇപ്പൊ ഞാൻ ഫ്രീയാ, യാതൊരു പണിയുമില്ല. പായ അന്നെ അന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അവിടെ നിക്കണം, നിന്നെ ഞാൻ അന്വേഷിക്കാത്ത നമുക്ക് പിന്നെ കാണാം. അവിടെ ചൂടായിട്ടൊരു ബിരിയാണി വെള്ളം മതി. ഇവിടെ വെള്ളം കൊടുക്ക. മേശം തുറക്കണോ? മേശ കൊടുക്കണോ? നോക്കി നിൽക്കുക. രണ്ടാമത്തെ മേശപ്പുറത്ത് 2 ചായയാണ് കേട്ടോ. ഇരിക്കണം സാറേ. നീയായിരുന്നോ? ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെയും കൊണ്ട് എവിടേക്കാ പോയത്? ചെറിയേട്ടൻ വലിയ ആളായല്ലോ വലിയേട്ടാ. പാർട്ട്നേഴ്സ് ഒക്കെ മിട്ടുമിട്ടുക്കന്മാർ, ജുബേ സ്വർണ്ണ വളയൊക്കെ ഇട്ട്. കാഴ്ചക്ക് കൊള്ളാം. ഞാനും അവരുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അബ്കാരി ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ തീരുമാനിച്ചോ? ചെറിയേട്ടനെല്ലാം നോക്കുമല്ലോ. എനിക്ക് റിസ്ക് ഇല്ല. പണം മാത്രം കൊടുത്താൽ മതി. സുഖം. നീ വന്നേ പറയട്ടെ. ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ? എന്താ വലിയേട്ടാ? ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്? അല്ല കുമാരേട്ടൻ. എന്ത് കുമാരേട്ടൻ? നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു കുമാരേട്ടൻ? ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വലിയേട്ടാ. 500 കൊണ്ട് ബോംബെ വരെയാ പോയത്. പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്? കള്ള് കച്ചവടം. കൊള്ളാം. എടാ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോ ആ കള്ള് കച്ചവടം? എന്റെ വലിയേട്ടാ, ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ്. മണ്ണാങ്കട്ട കാര്യം. അവൻ എന്റെ അനിയൻ തന്നെ. പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കടത്തി പോലീസ് പിടിച്ചു. കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിയെന്നറിയൂ? നിനക്ക് അറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ. അയ്യോ, അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴിയുണ്ടു. ഞാനതിനൊന്നുമില്ല. ആ ജുബിട്ട് കിടക്കുന്ന കോമാളികളുടെ പണി എന്താ നിനക്കറിയോ? ഇല്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ അന്തസ്സായിട്ട് ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാം. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ലാഭം മാത്രം മാസാമാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി. എടാ, ഒരു AC റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടിൽ നല്ല അന്തസ്സാ. വലിയേട്ടനുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ? ഓക്കെ, AC റെസ്റ്റോറന്റ്. നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്കേ. പിന്നെ ചെറിയ അടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട. എന്തേ? അവളും കുമാരനെ പോലെ തന്നെ പോക്ക. അമ്മാവനെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വരണവിവരത്തിന് നിനക്കൊരു കത്തയച്ചാലെന്താ? ഞാൻ അയച്ചിരുന്നല്ലോ. അത് ഇങ്ങോട്ട്. നിന്റെ തറവാടൊന്നും ചാവശ്ശേരിലുണ്ടല്ലോ. അമ്മായി പിണങ്ങി നിൽക്കുക. ഞാൻ വിളിച്ചിട്ടും കൂടെ വന്നില്ല. പിണക്കമൊക്കെ ഞാൻ അവിടെ വന്നിട്ട് മാറ്റും.
എടാ നീ ഇനി തിരിച്ചു പോണില്ല എന്ന് രുക്മിണി പറഞ്ഞല്ലോ, ശരിയാണോ? ആ ശരിയാ. നീ കുമാരന്റെ കൂടെ എവിടേക്കാ പോയത്? അല്ല ഈ സോപ്പും കമ്പിളി ഒന്നും കൊണ്ടുവന്നില്ലേ? ആ, എന്ത് കമ്പിളി, അവിടെ തണുപ്പുണ്ടെങ്കിലല്ലേ ഉള്ളൂ. മാത്രമല്ല എന്റെ നിറയെ സാധനങ്ങൾ ഈ കസ്റ്റംസുകാർ പിടിച്ചു. എനിക്ക് തരാതിരിക്കാൻ വേണ്ടി നീ നുണയൊന്നും പറയണ്ട. ഏ, നിന്റെ തള്ള ദേവകി 3 മാസം രക്തവാദം പിടിച്ച് കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളൂ, അത് മറക്കണ്ട. മുരളിയുടെ അമ്മ എന്ന് പറഞ്ഞ അമ്മാവിന്റെ സ്വന്തം സഹോദരിയല്ലേ? മാത്രമല്ല അമ്മ കിടന്ന സർക്കാർ ആശുപത്രിയില്ല. അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് വിസ്തരിക്കണ്ട. ഡോക്ടർമാർക്കും കമ്പൗണ്ടർമാർക്കും എത്ര രൂപയാണ് ഞാൻ എണ്ണി കൊടുത്തതെന്ന് നിനക്കറിയാമോ? അതുപോട്ടെ, കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ? കുപ്പി എനിക്കല്ല, ആ തഹസിൽദാർക്ക് കൊടുക്കാൻ. അയാളെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. കുപ്പിയൊന്നും വാങ്ങിച്ചില്ല അമ്മാവ. പിന്നെ എന്ത് പിണ്ണാക്കാടോ താൻ 7 കൊല്ലം കൂടിയിട്ട് വന്നപ്പോ കൊണ്ടുവന്നത്? അല്ല മുരളി, മുരളിക്ക് മുരിങ്ങാലത്തോരൻ ഇഷ്ടമല്ലേ? അല്ല ഇനിയിപ്പോ എന്താ പരിപാടി? പരിപാടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും ചെറിയേട്ടൻ പറഞ്ഞ പോലെ അബ്കാരി തുടങ്ങാമെന്ന് വെച്ചു. ആ അപ്പോ വലിയേട്ടൻ പറഞ്ഞു അത് വേണ്ടാന്ന്, ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് വെച്ചു. അതേതായാലും വളരെ നന്നായി. വലിയേട്ടുള്ളപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ. മുരിങ്ങാത്തോന്നെ എനിക്ക് ഇഷ്ടം കേട്ടോ. ആ എന്താ ഉം. ഉം. അച്ഛനില്ലാത്ത നിന്നോട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചാ മതി. എന്താ അമ്മാവ? നീ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര കാലായി? 7 കൊല്ലം ആയല്ലോ. ആ. ഇതിനിടയില് നിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് കാശ് നീ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ രൂപയിൽ നിന്ന് 1 രൂപയെങ്കിലും മുടക്കി ഇവരിൽ ആരെങ്കിലും നിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ എല്ലാം ഒന്നല്ലേ അമ്മാവ? അല്ല, നിങ്ങൾ 3 പേരാ. കിട്ടിയതൊക്കെ അവന്മാർ സ്വന്തം തടി വീർപ്പിക്കാനല്ലേ ഉപയോഗിച്ചത്. മൂത്ത കള്ളന്റെ കൂടെ ചേർന്ന് നീ ഹോട്ടലിൽ തുടങ്ങാൻ പോയാൽ അവൻ നിന്നെ മുക്കും. എന്റെ വിശാലത്തിന്റെ കല്യാണത്തിന് 10 പവൻ സ്വർണത്തിന്റെ പണം അയച്ചു തന്നവനാ നീ. എന്റെ മോന് വിസ ഒപ്പിച്ചു കൊടുത്തവനാ നീ. ആ സ്നേഹവും നന്ദിയും എനിക്ക് നിന്നോടുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, നീ ഒരു പാവാ. അവന്മാര് നിന്നെ വിഴുങ്ങും. ഞാനത് വലിയേട്ടനോട്. ഇനി അവന്മാര് വിഴുങ്ങിയില്ലാന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്റെ കുഴപ്പം എവിടെയെന്ന് അറിയാമോ? ചിലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും. ആ, ഒരു നഷ്ടവും വരാനിടയില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. പറയൂ. കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിടുക. സ്ഥലത്തിനൊക്കെ മിനിറ്റ് വെച്ചല്ലേ വില കൂടുന്നത്. 1 കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. ചാവശ്ശേരില് നല്ല 1-ാം തരം തെങ്ങും പറമ്പുണ്ട്. നീ അങ്ങോട്ട് വരണമെന്നേ ഇല്ല, ഞാൻ ഉണ്ടല്ലോ അവിടെ. ആ. എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അയ്യോ അതുകൊണ്ടല്ല. മാസാമാസം തേങ്ങ വിറ്റ് പണം ഞാനിങ്ങോട്ട് എത്തിച്ചോളാം. അത് മേടിച്ച് കീസയിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ശരിയാ, തെങ്ങുകളുടെ കാര്യത്തിൽ അമ്മാവനൊരു എക്സ്പേർട്ട് ആണെന്ന് വലിയേട്ടൻ തന്നെ ഉണ്ടല്ലോ. പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ പറമ്പ് നോക്കട്ടെ. അതാ നല്ലതല്ലേ? ഇനിയിപ്പോ ഇതിൽ ഇത്ര സംശയിക്കാൻ എന്താ ഉള്ളേ? നീ വാ, കുപ്പിയില്ലെങ്കിൽ വേണ്ട, വല്ല സാരിയോ പെണ്ണിനോ വല്ലതും തന്നാ മതി. എനിക്ക് പോയിട്ട് തീർത്തിട്ടുണ്ട്, വേഗം വാ. വന്നേ, എന്താ? ഇങ്ങോട്ട് വന്നേ. ഏ? ഞാൻ ആരാണെന്നറിയാവോ നിനക്ക്? ഉവ്വ്, എന്റെ ചെറിയേട്ടൻ. അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല. എടാ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരല്ലേ നമ്മൾ. അതെ എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് പിടിച്ചോളാമെന്ന് നീ എനിക്ക് വാക്ക് തന്നല്ലേ? അതെ ചേട്ടാ, പക്ഷെ ഈ ആ, നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആട്ടത്തൊപ്പ് സഹിച്ചു, കല്ല് ചുമന്നു, വെയില് കൊണ്ടു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ നാട്ടിൽ വന്ന് ചായക്കട നടത്താനാ? ചേട്ടാ ചായക്കട. ഏലപ്പാറ കുടുംബക്കാർ ചായക്കടക്കാരാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? നാണമില്ലേടാ നിനക്ക്? ഇതിനാണോ നീ ഗൾഫിൽ പോയത്? ഇതിനാണോ കല്ല് ചുമന്നത്? ചേട്ടാ ചായക്കട അല്ല ചേട്ടാ. ഒന്നും എനിക്ക് കേൾക്കണ്ട. റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? പുറത്താരോടും പറഞ്ഞില്ല, നമ്മുടെ വലിയേട്ടനോടല്ലേ പറഞ്ഞത്. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് ഞാൻ നാണം കെട്ടില്ലടാ. അയ്യോ ചേട്ടാ, ചായക്കട അല്ല ചേട്ടാ, പറമ്പാ. പറമ്പോ? ആ, അതാവുമ്പോ റിസ്ക് ഇല്ല.